ഹായ് മക്കളെ, മാത്സ് എക്സാമിന് ഇനി ആകെ 3 ദിവസം കൂടെ. ഈ 3 ദിവസം ഞാൻ പറയുന്നത് പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് മിനിമം 20% മാർക്ക് കൂടുതൽ കിട്ടും. അതായത് നിങ്ങൾ പഠിക്കുന്ന പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാർക്കില്ലേ, അതിനേക്കാൾ ഒരു 20% മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അത് ഞാനിവിടെ പറയുന്നത് സ്മാർട്ട് സ്റ്റഡിങ്, അതായത് ലാസ്റ്റ് 3 ദിവസം എങ്ങനെയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടതാണ്. കാരണം എനിക്ക് കുറേ കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യാം, സാറേ ഞാൻ ഫുള്ള് പഠിച്ചു കഴിഞ്ഞ് ഇനി എന്താണ്, ഇന്നലത്തെ ലൈവിൻ്റെ എഫക്റ്റാന്ന് തോന്നട്ടോ, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതേപോലെ സാർ ഞാൻ ഇതുവരെ ഒന്നും തുടങ്ങിയില്ല, എന്ത് ചെയ്യണം? അതേപോലെ കുറച്ച് കുട്ടികൾ, സാർ ഞാൻ 7-8 പാഠം പഠിച്ചിട്ടുണ്ട്, ബാക്കി എന്താ 3 ദിവസം ചെയ്യേണ്ടത്? അതൊക്കെയുള്ള പരിഹാരമാണ് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് അതേപോലെ എന്ത് ചെയ്യുക, അതേപോലെ പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമല്ല ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം അല്ലേ? ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്ത് എന്തായിരിക്കും, അതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ 3 ദിവസം എങ്ങനെയായിരിക്കും ഞാൻ പഠിക്കുക ഫുൾ മാർക്കിലേക്ക് വേണ്ടിയിട്ട്. അപ്പം ഒന്നാമത്തെ കേസ്, ഞാൻ ഫുൾ പഠിച്ചു കഴിഞ്ഞ ഒരു പയ്യനാണെങ്കിൽ ഞാൻ ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓൺലി മോക്ക് എക്സാമുകൾ. അതായത് മോക്ക് എക്സാമുകൾ ഡെയിലി ഒരു 2 എക്സാമുകൾ ചെയ്യും. ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറല്ലേ, അപ്പോൾ അങ്ങനെ 2 എക്സാമുകൾ. അതെങ്ങനെയാണ് സാറേ ചെയ്യുക? ചിലപ്പോൾ നിങ്ങളടുത്ത് തന്നെ എന്താണ് പല ക്വസ്റ്റ്യൻ പേപ്പർ നെറ്റിൽ നിന്ന് എന്താണ് മോക്ക് സാമ്പിൾ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എജ്യൂപോർട്ടൽ എന്തുണ്ട്, ഇന്ന് 2 മണിക്ക് ഒരു മോക്ക് എക്സാം നടത്തുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണം, അതിൽ ഇന്ന് 2 മണിക്ക് കിട്ടും. മോക്ക് എക്സാമുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഞാൻ ചെയ്യുള്ളൂ. എന്നിട്ട് എന്താ, തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആ കൺസെപ്റ്റ് ഒന്ന്, ഇത് അങ്ങനെയായിരുന്നു അല്ലേ. ഇനിയിപ്പം ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് തെറ്റി, ഇപ്പം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സമ്മിൻ്റെ പാർട്ട് ക്വസ്റ്റ്യൻ തെറ്റിയാൽ അവിടുന്ന് ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യും. അതായത് മോക്ക് എക്സാം എഴുതും, എന്നിട്ട് തെറ്റിയ ടോപ്പിക് ഏതാണ് ആ ടോപ്പിക്കിൽ നിന്നും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അത് മാത്രമാണ് ഫുള്ള് കഴിഞ്ഞ ആളാണ് ഞാൻ ചെയ്യുക. ഇനി അങ്ങനെയല്ല, എന്താണ്, ഞാൻ കുറച്ചൊക്കെ ഇനിയും എനിക്ക് പെൻഡിങ് ഉണ്ടെന്നെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക എൻ്റെ കോൺഫിഡൻസ് ചാപ്റ്ററുകളെ കുറിച്ച്. നിങ്ങളെ കോൺഫിഡൻസ് ചാപ്റ്ററുകൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ചെയ്യുക എന്താ വെച്ചാൽ അതിപ്പം ഇനി തൊടുകയില്ല. 7-ാം തീയതിയോ 8-ാം തീയതി ഞാൻ തൊടില്ല. പക്ഷേ എന്താണ്, 9th ഞാനത് എടുത്ത് നോക്കും. കാരണം എന്താ വെച്ചാൽ പല കുട്ടികൾക്കും വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, അവർ നല്ല സെറ്റായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ആ ചാപ്റ്റർ പിന്നെ പഠിക്കുകയില്ല. ഏറ്റവും അവസാനം എന്തോ പരീക്ഷകൾ അതിൻ്റെ മെയിൻ സാധനം മറന്നു. അതിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്കൊക്കെ എളുപ്പമുള്ള ചാപ്റ്റർ, നിങ്ങളൊരു കോൺഫിഡൻസ് ചാപ്റ്ററിൽ പെടുന്ന സാധനമായിരിക്കും അല്ലേ. അപ്പം അതിൽ നമ്മൾ ഇനി തീരെ നോക്കിയിട്ടില്ലെങ്കിൽ ആ എംപെരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ മീഡിയൻ മോഡ് ആൻഡ് മീൻ എന്താണ് നമ്മളോട് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 1 മാർക്കോ 2 മാർക്കോ അവിടെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് 9th നമ്മൾ നോക്കും, അതുവരെ നമ്മൾ നോക്കേയില്ല. അപ്പോൾ സാർ എങ്ങനെ ഒരു ചാപ്റ്റർ കോൺഫിഡൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുക? അതായത് നിങ്ങൾക്കിപ്പോൾ കുറേ പ്രീ മോഡലൊക്കെ നടന്നു, ആ പ്രീ മോഡലൊക്കെ സ്ഥിരമായിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ദാറ്റ് ഇസ് 100% കോൺഫിഡൻറ്റ് ചാപ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും, പ്രോബബിലിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ എന്താണ് ചില കുട്ടികൾക്കൊക്കെ റിയൽ നമ്പേഴ്സൊക്കെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ തുടങ്ങണ്ട. അപ്പോൾ തന്നെ നമ്മൾ എന്തായാലും നമ്മളെ 14 ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞു അല്ലേ. ചിലപ്പോൾ അതെന്തായിരിക്കും, നിങ്ങൾക്കത് 5-6 എത്തും അല്ലേ. ഇനി നെക്സ്റ്റ് 50% ചാപ്റ്റർ. 50% ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ആ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എനിക്ക് അതിൽ മാർക്ക് കിട്ടാറില്ല. ഇപ്പം ഉദാഹരണത്തിന് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലൊക്കെ 3 കാര്യങ്ങൾ, എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, പിന്നെ ജനറൽ ടേം, സം ഓഫ് ടേംസ്, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇന്നലെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 18 മണിക്കൂർ ലൈവ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത്, അതായത് എജ്യൂപോർട്ടിനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ അതാ കാണാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ലൈവിൽ നമ്മൾ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് ആ ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക, ലൈവ് കാണാനല്ല ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ ഇങ്ങനെ നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് ആദ്യം ഒന്ന് തുടങ്ങും. എന്താ തുടക്കത്ത് പറയുന്നത് നോക്കും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുമ്പോൾ എന്ത് ചെയ്യും, വീഡിയോ ഞാൻ പോസാക്കും, എന്നിട്ട് ചെയ്തു നോക്കും. ഓക്കെ, വീഡിയോ ഞാൻ പോസാക്കും, ചെയ്ത് നോക്കും, എന്നിട്ട് ഉത്തരമൊക്കെ കിട്ടുന്നതിന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്താ, ചിലപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടെ നീക്കിയിട്ട് ആൻസർ അതന്നെയല്ലേ എന്നൊന്ന് കൺഫേം ചെയ്യും. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ഇത് എളുപ്പമല്ലേ, ഇതെനിക്കറിയാം, ഇപ്പോൾ കോമൺ ഡിഫറൻസ് കാണേണ്ട ക്വസ്റ്റ്യൻ അതിലുണ്ടാവും ലൈവിൽ, അത് സ്കിപ്പ് ചെയ്യാം, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം. ഇനി ചില ക്വസ്റ്റ്യൻ എന്താ ഡൗട്ട് ഉണ്ട്, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നാണ്, ആ ഫുൾ വീഡിയോ കാണാം. അങ്ങനെ അതായത് നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്വന്തം, അതായത് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ബയോളജിയോ സോഷ്യലോ അല്ലല്ലോ, നമ്മൾ പഠിക്കുന്നത് മാത്സ് ആണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം കേട്ടോ. അപ്പോൾ പറഞ്ഞത് ഇത്രയാണ്, നമ്മളൊരു വീഡിയോ ആ ചാപ്റ്ററിൻ്റെ ലൈവ് നമ്മൾ കാണുമ്പോൾ, ലൈവിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ടോ, ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാമെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, അത് ഡയറക്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തോ. വേറൊരു ക്വസ്റ്റ്യൻ അത് കൊള്ളാലോ, ചെയ്ത് നോക്കണമല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡിലേക്ക് പോവാം, ഉത്തരം സെയിം അല്ലേ. ഇതേപോലെ ഞാൻ പഠിക്കാറുണ്ട് കേട്ടോ. അതായത് ഞാൻ +2 ചില ടോപ്പിക്കുകളൊക്കെ ചില ചാപ്റ്റേഴ്സൊക്കെ പുതുതായി പഠിക്കാറുണ്ട്, ഫിസിക്സിലൊക്കെ. അപ്പോൾ ഞാൻ ഈ സെയിം സാധനമാണ് ചെയ്യുന്നത്. കാരണം ഫുള്ള് ഇരിക്കാനുള്ള, അതായത് നിങ്ങൾക്കിനി പരമാവധി എന്താണ് 3 ദിവസം 30 മണിക്കൂറുള്ളത്. ആ 30 മണിക്കൂറിൽ എന്താണ്
ഫുള്ള് വീഡിയോ കാണാനെന്നുള്ള സമയമില്ല എന്ന് മാത്രമല്ല വീഡിയോ കാണുന്നതിനേക്കാണ് എഫക്റ്റാണ് നിങ്ങളിത് ചെയ്യുമ്പോൾ. ലാസ്റ്റ് നോക്കാം, യെസ് ആൻസർ എത്തുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ ചെയ്ത പോലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഏകദേശം അറിയാവുന്ന, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കേസ് അരിത്തമെറ്റിക് പ്രോഗ്രഷന് അല്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് അറിയുന്ന കേസൊക്കെ ഉണ്ട്. ഇക്വേഷൻ ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നമല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇക്വേഷൻ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് വീണ്ടും പ്രശ്നമുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര കുട്ടികൾ കമൻറ്റ് ചെയ്യുന്ന അതിനനുസരിച്ച് ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇക്വേഷൻസ് മാത്രം. യെസ്, ഇനി തീരെ അറിയാത്ത ചാപ്റ്റേഴ്സിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ചാപ്റ്റർ ലൈവിലെടുക്കും, ലൈവ് വൃത്തിയിൽ കാണും. വൃത്തിയിൽ കാണുമ്പോൾ പോലും ചോദ്യങ്ങൾ വരുമ്പോൾ നേരത്തെ അതേ മോഡിൽ തന്നെ ആയിരിക്കണം. പോസ് ചെയ്യുക, നോക്കാം. പക്ഷേ എന്തായിരിക്കും മറ്റേതിൻ്റെ അത്ര ഫുള്ള് സ്കിപ്പ് ചെയ്തല്ല, നമ്മളെ സാധനം കാണും. ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്ത് ചെയ്യും, ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. ഇനി 100% സ്കിപ്പ് ചെയ്ത് പോവാം. ആൻഡ് അവിടെ കൊണ്ട് എന്താണ് 0% ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ അവസാനിപ്പിക്കാൻ പാടില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, പകരം നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടെ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്താണ്, നിങ്ങൾ സ്വന്തമായിട്ടൊന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതിന് ഇനി ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, കാരണം നിങ്ങൾ 0% ഉള്ള ആൾക്കാർ, അതായത് ഒരാഴ്ച മുന്നെയാണ് ഞാൻ DPP ഒക്കെ ചെയ്യാൻ പറയായിരുന്നു, പക്ഷെ അതിനൊന്നും സമയമില്ല. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനും കൂടെ അങ്ങ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതായിരിക്കണം. അപ്പം നിങ്ങൾ എല്ലാ ടൈപ്പ് ചാപ്റ്റേഴ്സും ഇല്ലേ, ഫുൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഏകദേശം അറിയാവുന്ന ചാപ്റ്റേഴ്സ്, ഒന്നും അറിയാത്ത ഇതുവരെ തൊട്ട് നോക്കാത്ത ചാപ്റ്റേഴ്സും ഇങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അപ്പം നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം, നമ്മുടെ മുന്നിലുള്ള 30 മണിക്കൂർ നമ്മളെന്താണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പല കുട്ടികളും ചെയ്യാന്ന് വെച്ചാൽ 30 മണിക്കൂർ 18 മണിക്കൂർ ലൈവും കാണാം. ആൻഡ് ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, 2x ഇടാം. പ്ലേ ചെയ്യുന്നത് 2x ഇടാം. നമ്മൾ ഇവിടെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ 2x ഇട്ടുകൊണ്ട് നിങ്ങൾ കാണാം, സമയം വീണ്ടും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലൈവ് ഇങ്ങനെ കണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് അൾട്ടിമേറ്റ്ലി ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തായിരിക്കണം, മാത്സ് പഠിക്കാനുള്ള 70-30 റൂൾ നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം. അതായത് 70% എന്തായിരിക്കണം, നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക, അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾ ചെയ്ത് നോക്കല്ലായിരിക്കണം. 30% നിങ്ങൾ എന്താണോ വീഡിയോ കാണാവുള്ളൂ, അല്ലെ ക്ലാസ് കേൾക്കാവുള്ളൂ. 70% നിങ്ങൾ ചെയ്യണം, 30% നിങ്ങൾ ക്ലാസ് ആണ്. നിങ്ങളൊരു 3 മണിക്കൂർ എന്താണ്, 3 മണിക്കൂറിൻ്റെ ഒരു ചാപ്റ്റർ അല്ലെ, 3 മണിക്കൂറിൽ ഇപ്പോൾ അവിടെ എന്താണ് ഒരു 3 പാഠം തീർത്തിട്ടുണ്ടാവും. ആ 3 പാഠത്തിൽ നിങ്ങൾ 3 മണിക്കൂർ ചെയ്യുമ്പോൾ എന്തായിരിക്കണം, ഒരു 70% നിങ്ങളിങ്ങനെ ചെയ്തു പോകണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യാൻ പോവാ, നിങ്ങൾക്ക് മാർക്കിലേക്ക് എത്താൻ പോവാ. ആൻഡ് ലാസ്റ്റ് ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ദിസ് ഈസ് ജസ്റ്റ് 1 ഡോർ. CBSE ക്ലാസ് 10th എന്ന് പറയുന്നത് ഒരു ഡോർ മാത്രം. എന്തിലെ ഡോർ? അതായത് അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ സക്സസ്ഫുൾ ആവുമല്ലേ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ശരിക്കുള്ളത് നിങ്ങളിങ്ങനെ പഴയ ഹിന്ദി സിനിമയിലൊക്കെ കാണാം, വലിയ ഹാളിൽ കുറേ ഡോറുകൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, കുറേ ഡോർ, എല്ലാ സൈഡിലും ഡോറുകൾ ഉണ്ടാവും അല്ലേ. അപ്പം അതിൽ നിങ്ങളുടെ മുന്നിൽ വന്ന ഫസ്റ്റ് ഡോറാണിത്. ഈ ഡോറ് ക്ലോസ്ഡ് ആണല്ലേ, നിങ്ങൾക്ക് തുറക്കാൻ പറ്റിയില്ല, നല്ല സ്കോർ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, അടുത്ത ഡോർ ഇവിടെയും അടുത്ത ഡോർ ഇവിടെയൊക്കെ ഉണ്ട്, +1-ലും +2-ലൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒരു സാധനം ഒന്നും വേണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇനിയുള്ള 3 ദിവസം നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. അതായത് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റണം. ഇന്ന് ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇനി കുറേ ആഴ്ച മുമ്പേ പഠിച്ചാൽ അതൊന്നും ആലോചിക്കേണ്ട. ആൻഡ് ഈ ഡോർ അല്ലെങ്കിൽ മറ്റൊരു ഡോറ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തുറക്കുക തന്നെ ചെയ്യും. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഈ പറയുന്നത് പോലെ പഠിക്കുക. ലൈവിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രം റെഫർ ചെയ്തുകൊണ്ട് പിന്നെ ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കുക, നന്നായി പഠിക്കുക. സൂപ്പർ മാർക്കിലേക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റും.